എബിനെ ഫ്രീ ആണെങ്കിൽ ഒന്ന് സ്കൂളിലേക്ക് വരാവോ? നമ്മുടെ അനീഷ് സാറും പിള്ളേരും രാവിലെ തൊട്ട് വർക്കാണ്. അവർക്ക് ഇതുവരെയായിട്ടൊന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല. ഷൈനി ടീച്ചറിനെ ഫോൺ വിളിക്കുമ്പം സമയം 12 മണി. 5 മിനിറ്റേ ഉള്ളൂ സ്കൂളിലേക്ക്. ഓടി ചെല്ലുമ്പോൾ മഴ അങ്ങ് അറിഞ്ഞു കുത്തി പെയ്യാൻ തുടങ്ങി. കണ്ട അധ്യാപകരും മക്കളൊക്കെ പറഞ്ഞു, ചേട്ടാ കുറച്ചുകൂടെ നേരത്തെ വരുമായിരുന്നേൽ എല്ലാം വീഡിയോ എടുക്കായിരുന്നു. പ്രിയമുള്ളവർ, ഇനി കാണാൻ പോകുന്ന കാഴ്ചയാണ് എന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ പോകുന്നത്. ബാഗും മറ്റ് സാധനങ്ങളെല്ലാം ഒരു സൈഡിൽ വെച്ചിട്ട് മഴ എന്ന് പറഞ്ഞ സംഭവത്തെ വരെ മറന്നുകൊണ്ട് പിള്ളേർ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാനോർത്ത് അധ്യാപകർ ഇപ്പം പറയും മക്കളെ നിർത്ത് മഴ കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാമെന്ന്. എനിക്ക് തെറ്റി. അധ്യാപകർ അവിടെ കൂടെ നിന്നു അവരത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട്. അവർ മഴ നനയുന്നതോ അല്ലെങ്കിൽ മഴ നനഞ്ഞിട്ട് അവർ ക്ലാസ്സിൽ കയറിയിരിക്കുന്നതോ ഒന്നും ആ ഒരു സ്കൂളിൻ്റെയോ അധ്യാപകരുടെയോ വിദ്യാർത്ഥികളുടെയോ ഒന്നും കൺസേൺ ആയിരുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ അവർ കൊടുക്കാൻ പോകുന്ന സന്ദേശം ഡ്രഗ്സിനെതിരായിട്ട് തന്നെയാണ്. ആ തൂളൽ മഴ നനഞ്ഞുകൊണ്ട് തന്നെ അധ്യാപകൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. ചെറിയൊരു ഷെയ്ഡിനോട് ചേർന്ന് നിന്നുകൊണ്ട് പകുതി നനഞ്ഞുകൊണ്ട് പിള്ളേരും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതെല്ലാം കണ്ടു നിന്നപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി, സാധാരണ കളിയും കൊണ്ടൊന്നും ഡ്രഗ്സിനെതിരായിട്ടുള്ള സന്ദേശം എങ്ങും എത്താൻ പോകുന്നില്ല. ഈ പിള്ളേർ ഒരിക്കലും മറക്കുകയില്ല നോ ഡ്രഗ്സ് എന്ന് എഴുതിയത്. കാരണം ഒത്തിരി പെയിൻ എടുത്തിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരത് ചെയ്തു തീർത്തത്. അറിഞ്ഞു കുത്തി പെയ്യുന്ന മഴയോ അതിലെ നടന്നു പോകുന്ന ആൾക്കാരോ ഒന്നും അവരുടെ ഒരു കാര്യമായിരുന്നില്ല. കണ്ടതിൻ്റെ വെളിച്ചത്തിൽ പറയുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവസാനിക്കേണ്ടതല്ല ഡ്രഗ്സിനെതിരായിട്ടുള്ള സന്ദേശം സ്കൂളുകളിൽ. ഞാൻ പറയും, ഈ പ്രത്യേക സാഹചര്യത്തിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതിനെക്കുറിച്ച് പുതിയ തലമുറയോട് നമ്മൾ സംസാരിക്കണം. മഴ പെയ്യുന്നുണ്ടെങ്കിലും ഓരോരുത്തരായിട്ട് ഇടയ്ക്ക് വന്നത് നോക്കുന്നത് ഞങ്ങൾ കണ്ടു. നമ്മുടെ സ്കൂളും PTA മാനേജ്മെൻറ്റൊക്കെ കാര്യമായിട്ട് ഇടപെട്ടാലുണ്ടല്ലോ ഒതുക്കി തീർക്കാവുന്നുള്ള ഈ കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടതിനേക്കാട്ടിലും മനോഹരമായിട്ടും ഗംഭീരമായിട്ടുമാണ് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം ആഘോഷിക്കപ്പെട്ടെ. കാസർഗോഡ് ജില്ലയിലെ ഞങ്ങളുടെ പാലാവേൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലും അത് നന്നായിട്ട് അവർ ചെയ്തു. ഒരു കാര്യം ഉറപ്പ് പറയാം, കുറച്ച് അധ്യാപകർ കട്ട സപ്പോർട്ടായിട്ട് നിന്നപ്പോഴേക്കുണ്ടല്ലോ ആ മക്കൾ അതിനുവേണ്ടി നല്ലപോലെ നിപ്പ് നിന്നു, നല്ലപോലെ മഴ നനഞ്ഞു, നല്ലപോലെ അധ്വാനിച്ചു. തീർച്ചയായിട്ടും അവർക്ക് നല്ലപോലെ വിശന്ന് കാണും. ഇത്രമാത്രം ഇതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ തലയിൽ എഴുതപ്പെട്ടു, ഡ്രഗ്സ് അത് തെറ്റാണ്, അത് മോശമാണ്, ചെയ്യണം. നമ്മുടെ മക്കൾ ഇതിനെതിരായിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. ഇതെല്ലാം ലോകത്തിന് വിളിച്ചു തരാൻ വന്ന് ഞങ്ങളെയും അവർ സുരക്ഷിതമായി കാറെ കൊണ്ടയാക്കി. മക്കളാണ്, ബലഹീനരാണ്, പെട്ടെന്ന് ആകർഷിക്കപ്പെട്ടു പോവും. എന്നാൽ നമ്മളാകുന്ന സമൂഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.